വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ മരണം 70ആയി. ഉരുൾപൊട്ടലിൽ ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം വയനാട്ടിലെത്തിയിട്ടുണ്ട്. NDRF സംഘവും ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ പ്രദേശത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ചൂരൽമല ടൗണിന്റെ ഭാഗത്ത് ആണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. വിവരങ്ങളുമായി അനഘ റീജ ഭരതനാണ് അവിടെ നിന്നും ചേരുന്നത്. അനഘ, നിലവിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്? നമുക്കറിയാം, മുണ്ടക്കൈ ഭാഗത്തേക്ക് ആ ഒരു ഭാഗം തീർത്തും വേർപെട്ടിരിക്കുകയാണ്. അവിടേക്ക് പാലം നിർമ്മിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നറിയുന്നു. സൈന്യം എത്തി, അതുപോലെ തന്നെ NDRF ടീം അംഗങ്ങൾ, കൂടുതൽ NDRF ടീം അംഗങ്ങളും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ആ പാലം നിർമ്മിക്കുന്നതിൻ്റെ പ്രവൃത്തി ഏത് രീതിയിലായി? അവിടേക്ക് ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ എത്തിയിരിക്കുന്നത്? നിലവിൽ പാലത്തിന്റെ നിർമ്മാണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർത്തിയായിട്ടില്ല. ഇത് പൂർത്തിയായാൽ മാത്രമേ നിലവിൽ സൈന്യത്തിന് അക്കരെ കടക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ NDRFന്റെ ചെറിയൊരു സംഘമാണ് നിലവിൽ അക്കരയ്ക്ക് പോയിട്ടുള്ളത്. ഇവർ ഈ പ്രദേശത്തേക്ക് ആവശ്യമായ കുടിവെള്ളവും ലഘുഭക്ഷണങ്ങളും അടക്കം കയ്യിൽ കരുതിയാണ് എയർലിഫ്റ്റിംഗ് വഴിയാണ് ഇത്തരത്തിൽ അക്കരെ മുണ്ടക്കൈ പ്രദേശത്തേക്ക് കടന്നു പോയിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാവേണ്ടതുണ്ട്. അവിടെ നിന്ന് എത്ര കുടുംബങ്ങൾ നിലവിൽ ഇതുവരെ എത്ര കുടുംബങ്ങൾ കാണാതായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ലഭ്യമാവേണ്ടത്. ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് ചൂരൽമല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലുകൾ തന്നെയാണ് ഇപ്പോഴും പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത്. NDRFന്റെയും അതുപോലെ തന്നെ സൈന്യത്തിന്റെയും പോലീസിന്റെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും അടക്കം നേതൃത്വത്തിലുള്ള ഒരു തിരച്ചിലുകൾ തന്നെയാണ് ഇവിടെ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിറ്റാച്ചിയും JCBയും അടക്കം എത്തിച്ചുകൊണ്ട് മണ്ണ് മാന്തിയടക്കം പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വീടിനുള്ളിലും ഇത്തരത്തിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവാം എന്നുള്ളൊരു നിഗമനം ഇനിയുമുണ്ട്. അത്തരത്തിൽ വീടുകളടക്കം പൊളിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു തിരച്ചിലുകൾ കൂടി ഈ പ്രദേശത്ത് നടന്നു വരുന്നുണ്ട്. അപ്പോഴും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ അതീവ ദുഷ്കരമാണ്. കനത്ത മഴ പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു. മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലിനും വീണ്ടും സാധ്യതയുണ്ട്. അല്പസമയം മുമ്പും സമാനമായ രീതിയിൽ ഉരുൾപൊട്ടലിന് സമാനമായ ഒരു മലവെള്ളപ്പാച്ചിൽ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. വെള്ളം ശക്തിയായ രീതിയിൽ ഒഴുകുകയും ആളുകൾ പരിഭ്രാന്തരായി ഓടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഏതായാലും രക്ഷപ്പെടുന്ന ആളുകളെ അല്ലെങ്കിൽ ഈ അപകട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന മുഴുവൻ ആളുകളെയും പുറത്തേക്ക് കൊണ്ടുപോകാൻ മേപ്പാടിയിലെ താലൂക്ക് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോകുവാൻ വേണ്ടി നിരവധി ആംബുലൻസുകൾ നിലവിൽ ഇവിടെ സജ്ജമാണ്. രക്ഷപ്പെടുത്തുന്ന കുടുംബങ്ങളെ അടക്കം ഇത്തരത്തിൽ വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ട് തന്നെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഏതായാലും നിലവിൽ നിരവധി ആളുകൾ ഈ താലൂക്ക് ആശുപത്രിയിലും മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലുമായി നിലവിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട്. നിരവധി ആളുകളെ ഇപ്പോൾ മരിച്ചതായി കണക്കാക്കുന്നു. നിലവിൽ സ്ഥിരീകരിച്ച നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 70-ലധികം മരണങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 50-നടുത്ത് ആളുകളുടെ ആരൊക്കെയാണ് മരിച്ചത് എന്ന് നമുക്ക് 50-നടുത്ത് ആളുകളുടെ കണക്കുകൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇനിയും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ആരുടേതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിരവധി ഗ്രൂപ്പുകളിലടക്കം നിരവധി ഫോട്ടോകളടക്കം വന്നുകൊണ്ടിരിക്കുന്നു. നിരവധി ആളുകളെ ഈ പ്രദേശത്ത് നിന്ന് കാണാതായിട്ടുണ്ട്. അതിൽ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് കുടുംബമടക്കം ഒന്നാകെയുള്ള ഫോട്ടോകളാണ് നമുക്ക് ഇത്തരത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഒരു കുടുംബം ഒന്നാകെ ഇത്തരത്തിൽ ഒലിച്ചുപോയി, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ഒന്നാകെ തന്നെ ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായി പോയി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും തിരച്ചിലുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതീവ നമുക്കറിയാം, ചാലിയാറിലടക്കം ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ പൊന്തിയത് ഏത് രീതിയിലുള്ള എത്തരത്തിലുള്ള എത്ര ശക്തമായിട്ടാണ് ഇത്തരത്തിൽ മലവെള്ളം വന്നത് എന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. പല മൃതദേഹങ്ങൾക്കും തലയിൽ, ചില മൃതദേഹങ്ങൾക്ക് അരയ്ക്ക് മുകളിലേക്കില്ല, ചിലതിന് അരയ്ക്ക് താഴേക്കില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള നമുക്ക് കണ്ടു നിൽക്കുവാൻ പോലും സാധിക്കാത്ത അത്ര രീതിയിലുള്ള വളരെ വേദനാജനകമായ ഒരു കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുക. നമുക്ക് ഈ പ്രദേശത്ത് നിന്നടക്കം ഈ കുഞ്ഞുങ്ങളുടെ അടക്കം പാവക്കുഞ്ഞുങ്ങൾ ഈ ചിതറിക്കിടക്കുന്നത് കാണാം. മാത്രമല്ല, ഈ പ്രദേശത്ത് ഈ അടുക്കള സാധനങ്ങളടക്കം ചിതറിക്കിടക്കുന്നത് കാണാം. ഒരു ഭാഗത്ത് ഈ പറയുന്നത് പോലെ തന്നെ നാളികേരമാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് തക്കാളിയും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഉള്ളിയും അടക്കം ചിതറിക്കിടക്കുന്നത് കാണാം. ചിലരുടെ ചെരുപ്പുകൾ ഇത്തരത്തിൽ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നത് കാണാം. വസ്ത്രങ്ങൾ ഇത്തരത്തിൽ കിടക്കുന്നത് കാണാം. വീടിന്റെ പല വീടുകളും നിലവിൽ വാതിലുകൾ അടക്കം പൂർണ്ണമായും പൊളിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. അത്തരത്തിൽ വീടുകൾ കുറ്റിയിട്ട നിലയിൽ തന്നെയായിരുന്നു ഈ പ്രദേശത്തിന്റെ ഈ ചില ലയങ്ങളുടെ അടക്കം മുൻഭാഗം എന്നുള്ളതും ഏറെ ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. പുഴ ഇന്നലെ മലവെള്ളപ്പാച്ചിലിൽ ശക്തമായ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഇത്തരത്തിൽ പുഴ ഗതി മാറി ഒഴുകുകയായിരുന്നു. കള്ളാടി മേഖലയിലാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി
അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പുത്തുമലാവ്, കള്ളാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഇന്നലെ അടക്കം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുഞ്ചിരിമട്ടം പ്രദേശത്ത് നിന്ന്, മുണ്ടക്കയിലെ പുഞ്ചിരിമട്ടം പ്രദേശത്ത് നിന്ന് നിരവധി കുടുംബങ്ങളെ ഇത്തരത്തിൽ വെള്ളരിമലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. ഈ ക്യാമ്പിന് മുകളിലേക്കും ഇത്തരത്തിൽ മരങ്ങളും വലിയ രീതിയിലുള്ള കല്ലുകളും അടക്കം അടിച്ചു കയറുകയും ഈ സ്കൂളിന്റെ താഴ്ഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഏറെ ആശ്വാസകരമായ കാര്യം, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് ഒന്നും തന്നെ യാതൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം ഈ പുഴ ഗതി മാറി ഒഴുകിയതിന്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ വെള്ളരിമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പുഴ ഇന്നലെ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് പുഴ ഇന്നലെ, കള്ളാടിപ്പുഴ ഇന്നലെ ഗതി മാറി ഒഴുകുകയും റോഡടക്കം മുങ്ങിപ്പോവുകയും റോഡടക്കം ഒലിച്ചു പോവുകയും സമീപത്തുണ്ടായിരുന്ന 200ഓളം കുടുംബങ്ങളടക്കം ഒലിച്ചു പോവുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് നാട്ടുകാരുടെ അടക്കം നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം സജ്ജമാക്കി നാട്ടുകാരടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അതിന്റെ പിന്നാലെ തന്നെ ഇത്തരത്തിൽ ഈ ഫയർഫോഴ്സിന്റെ അടക്കം സന്നദ്ധ പ്രവർത്തകർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സാധിച്ചെങ്കിലും പല ഭാഗങ്ങളിലും വെള്ളം കെട്ട് രൂപപ്പെടുകയും അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം വ്യാപ്തിയിലാണ് ആ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എന്ന്. ഒരു മല ഒന്നാകെ ഇങ്ങനെ ഉരുൾപൊട്ടി വരികയും ഒരു ഗ്രാമം ഒന്നാകെ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന, ഒരു വീടുകൾ അതേപടി നശിച്ചു പോയി എന്നാണ് അനഘ പറഞ്ഞതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വയനാട്ടിൽ നിന്നും മല ഉരുൾപൊട്ടി ആ മൃതദേഹങ്ങൾ പലതും കണ്ടെത്തിയത് മലപ്പുറം പോത്തുകൽ ഭാഗത്തു നിന്നാണ്. അത്രമാത്രം ദൂരം അത് സഞ്ചരിച്ചു, എത്രമാത്രം ശക്തമായിട്ടാണ് പുഴ ഒഴുകിയത് അല്ലെങ്കിൽ ഉരുൾപൊട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.